വുളു നിത്യമാക്കുന്നത് ആരാ ഉള്ളത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ചെല്ലുകയാണ്. പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന സ്വർഗ്ഗം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു കെട്ടിടം കാണുകയാ. സുബ്ഹാനല്ലാഹ്, ആരുടെയാണ് ഈ കെട്ടിടമെന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇത് ബിലാൽ ഇബ്നു റബാഹിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് ബിലാലിന്റെ കൊട്ടാരമാണ് റസൂലേ, ഇത് കറുത്ത മുത്തിൻ്റെതാകുന്ന കൊട്ടാരമാണ് റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മിഅ്റാജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് സംഭവം വിവരിക്കുകയാണ്. കൂട്ടത്തിൽ കേട്ടിരുന്ന ബിലാൽ ഇബ്നു റബാഹ് പൊട്ടിക്കരയുകയാണ്. തനിക്ക് ഇത്രത്തോളം വലിയ സന്തോഷമാകുന്ന വാർത്തയല്ലേ കിട്ടിയിരിക്കുന്നത്? സ്വർഗത്തിൽ മനോഹരമാകുന്ന കൊട്ടാരം, മാണിക്കത്താലുള്ള പവിഴത്താലുള്ളതാകുന്ന മുത്തിനാടുള്ള കൊട്ടാരം, കറുത്ത മുത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പണിതിരിക്കുന്നു എന്ന് കേട്ടപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനോട് ചോദിക്കുകയാണ്, ബിലാലേ പറയൂ ബിലാലേ, ഈ നിന്റെ കൂട്ടുകാരൊന്ന് കേൾക്കട്ടെ, നീ എന്ത് അമലാണ് പ്രത്യേകമായി ചെയ്തിട്ടുള്ളത്? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലേ പ്രത്യേകമായ അമലും എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അവിടുന്ന് കാണുന്നത് പോലെ എൻ്റെ കൂട്ടുകാരെ ചെയ്യുന്നത് പോലെയല്ലാതെ, നമസ്കാരം നിലനിർത്തുന്നത് പോലെയല്ലാതെ മറ്റൊരു പ്രത്യേകമായ അമലും എനിക്കില്ല റസൂലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കൃത്യമായി എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്ക് മുഴക്കാൻ ഞാൻ പള്ളിയിലേക്ക് എത്തുമ്പോൾ എപ്പോഴും ഒളു എടുക്കുന്ന വ്യക്തിയാണ്, നിത്യമായി ഒളു എടുക്കുന്ന വ്യക്തിയാ. ഒളു എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ഒളുവിന്റെ സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. അത് കാരണമായിട്ടായിരിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശരിയാണ് ബിലാൽ, നീ പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ് ബിലാൽ. ആർക്കാണ് സഹോദരാ സഹോദരി ഇത് നിത്യമാക്കാൻ സാധിക്കുന്നത്? വുളു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമസ്കാരത്തിന് വേണ്ടി മാത്രമാകരുത്, നിന്റെ ജീവിതത്തിന്റെ നാനോന്മുഖ മേഖലകളിലും എവിടെ പോയിരുന്നാലും, ഏത് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നാലും 2 റക്അത്ത് യാത്രയുടെ സുന്നത്ത് നമസ്കരിക്കണേ, അതിനുവേണ്ടി വുളു ചെയ്യണേ. വുളു നിത്യമാക്കൽ ഏറ്റവും നല്ല കർമ്മമാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു വുളു ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കും. വുളുവിന്റെ സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു. വേറൊന്നുമില്ല. നമ്മൾ ആരും ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ? വുളു ശരിക്കും എടുത്തിട്ടുണ്ടോ? നല്ല പിന്നെ ബാക്കി ചർച്ച. എന്താ വുളു? നമുക്ക് വുളു ഇല്ല, എപ്പോഴും വുളു ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുക. അതവസ്ഥ ഇപ്പോൾ ഉള്ളത്. എപ്പോഴും വലിയൊരു വിഷയമാണ്, എന്നെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അതാവസ്ഥ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വുളു നിത്യമാക്കണം, വുളു നിത്യമാക്കണം. നല്ലൊരു അമലാണ്. കാരണം എന്താ, നമ്മളിപ്പോൾ ഈ സദസ്സിൽ വന്നൊരു വുളുവുണ്ട്, ഇവിടെ നമ്മളങ്ങോട്ട് കുഴഞ്ഞു വീണു, എത്തിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ോടുകൂടിയാണ് റബ്ബ് ചിലപ്പോൾ അങ്ങ് കബൂലാക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. വുളു എപ്പോഴും എടുത്തോ. എന്തായാലും 5 വഖത്ത് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിന് നല്ല റാഹത്തായിട്ട് വുളു എടുത്താൽ മതി. പിന്നെ മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ കീഴ്വായി പോവും. ആ പോകുന്ന സമയത്ത് അവിടെ പോയി വുളു എടുത്ത് നോക്കും. വെള്ളം ഉണ്ടല്ലോ, വെള്ളം ഇല്ലാത്തൊരു കാലഘട്ടത്തേക്കാണെങ്കിൽ ഓക്കെ, വെള്ളം ഉള്ള സമയമല്ലേ വുളു നിത്യമാക്കണം. അങ്ങനെ സാലിഹായിട്ട് നിൽക്കണം. അതൊക്കെ നമ്മുടെ ചെറുപ്പത്തിലേ ശീലിക്കേണ്ട ചില കർമ്മങ്ങളാണ്. മക്കളെ അങ്ങനെ ശീലിപ്പിച്ച് നോക്ക്. ചിലർ ഒരു ഉസ്താദ് അങ്ങോട്ട് വെളുക്കുന്നില്ല, ഫെറാലവര് തേച്ചിട്ട് രക്ഷയില്ല, ഫെറാലവര് വെളുത്തിരിക്കുക. നീ ഡെയിലി വുളു ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ഈമാനിക പ്രഭ നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. വുളു നല്ല നിയ്യത്തിൽ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി കമാ ബയ്യദ്ത വുജൂഹ ഇബാദിക സ്വാലിഹീൻ ദുആ ചെയ്യണം. അങ്ങനെ മുഖം കഴുകുന്ന സമയത്തെ അല്ലാഹു എൻ്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ, സ്വാലിഹീങ്ങളുടെ മുഖത്തിന് നീ പ്രഭ നൽകിയതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ഇരക്കണം സയ്യിദുനാ റസൂലുള്ളാഹി. ഒക്കെ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. സഹോദരിമാര് ചിന്തിക്കൽ, സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ട് ഉസ്താദെ നമ്മളെ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞ് വിഷാദം വെക്കുന്നവരെ, നിങ്ങൾ നോക്കാൻ വേണ്ടിയല്ല, ഖൈറായ ഇണ നിങ്ങൾക്ക് അല്ലാഹു നൽകും. അതിനുവേണ്ടി നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യും.
ഒളു നിത്യമാക്കി, ചെറിയ കാര്യമല്ല. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഒളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കും, മുഖത്തൊരു പ്രഭ അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയിൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നു, ബക്കറ്റ് അല്ലേ? എല്ലാവരും നല്ലൊരു സ്വതക്ക ചെയ്യണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാ. സാലിഹായ മക്കളാക്കണം. എൻ്റെ മക്കളെ എന്ന് നിയ്യത്ത് ചെയ്തിട്ടാകട്ടെ ഇന്നത്തെ സ്വതക്ക. വലിയ നിയ്യത്താണത്, ചെറിയ കാര്യമല്ല. സാലിഹാകുക, മക്കൾ സാലിഹാകുക ചെറിയ കാര്യമല്ല. ആഖിറത്തിൽ വലിയ കൂലിയാണ് അവരെ കൊണ്ട്, രക്ഷപ്പെടും ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടി ജനിച്ചാൽ അവന്റെ വലത് കാതിൽ ബാങ്ക് കൊടുക്കുകയും ഇടത് കാതിൽ ഇഖാമത്ത് നൽകുകയും ചെയ്യണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല സദഖ കൊടുക്കണം എല്ലാവരും. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം പോകും വിഷയത്തിലേക്ക്. ഇവിടെ ശ്രദ്ധിക്കണേ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. പ്രകാമീൻ പറയും. അല്ലാതെ ആമീൻ ഒരു പുറകോട്ട് ഉറക്കെ പറയും. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ നീക്കി നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലുവിപത്തുകളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. സാലിഹീങ്ങളിൽ സാലിഹാത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. കുട്ടി ജനിച്ചാൽ വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. ഇന്നും ഒരു സഹോദരൻ കരുനാഗപ്പള്ളിയിലുള്ള തന്നെയാണ്, പുത്തൻതിരി ദേശത്തുള്ള ഒരു സഹോദരനാണ്. ഇന്നും എന്നെ വിളിച്ച് ചോദിച്ചു, ഒരു അസറിന് തൊട്ട് മുമ്പ്, സാറേ ബാങ്ക് ഇഖാമത്ത് രണ്ടും ഒരേ കാതിലാണോ അതോ എങ്ങനെയാണ്? കാരണം പലർക്കും ഇപ്പോഴും അതൊക്കെ അജ്ഞതാണ്. അതുകൊണ്ടാണെന്നു പറഞ്ഞേക്കാന്ന് കരുതിയത്. കാരണം ഇതൊക്കെ പലർക്കും അത് അറിയില്ല. ചിലർ കരുതും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ മസാല. അങ്ങനെയല്ല. അശുദ്ധിയുള്ളതാകുന്ന സ്ത്രീകളായിരിക്കും ഒരുപക്ഷെ പ്രസവ സമയത്ത് അവിടെ ഉണ്ടാകുക. കൊടുക്കാൻ പറ്റുമോ ബാങ്ക്? ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ പ്രസവം നടക്കുക. അപ്പോൾ പള്ളിയിലെ മൊല്ലാക്ക അന്വേഷിച്ചുകൊണ്ട് പോകാൻ വണ്ടിക്കകത്ത് ഹാജിയെ വിളിച്ചുകൊണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ വൈകും, ചിലപ്പോൾ സമയം ഒരുപാട് എടുക്കും. അതുകൊണ്ട് അങ്ങനെ ടൈം കളയരുത്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ കാതിലേക്ക് വേഗം, ഓൾറെഡി സമയം വൈകിട്ടാണ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. കുട്ടിയെ തൂത്ത് തുടപ്പിച്ച് ചിലപ്പോൾ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടായിരിക്കും ഇങ്ങോട്ട് കയ്യിലോട്ട് കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ അവിടെ നിന്ന് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ആണുങ്ങളാരും ഉണ്ടാവില്ല. ആണുങ്ങളെ ഫോൺ വിളിച്ചിട്ട് അവർ പിന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്കും മണിക്കൂറുകൾ പിന്നെയും വൈകിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പിന്നെയും കുട്ടിയെ കൊണ്ടുപോകും. ഒന്ന് അടുപ്പിൽ വെക്കട്ടെ, ചൂട് വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതാ പരിപാടി. എവിടെ ചെന്നാലും പറയും കുറച്ച് ചൂട് കൊള്ളിക്കണം, കണ്ണ് മഞ്ഞളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു 3 ദിവസം ഹോസ്പിറ്റലും കൂടെ വെക്കും. അപ്പം ന്യായമായിട്ട് ഒരു 20,000 രൂപയും കൂടി റാഹത്തായിട്ട് ഹോസ്പിറ്റലുകാർക്ക് പോക്കറ്റ് വെക്കാം. ഇതാ ഇപ്പോഴത്തെ പുതിയ പരിപാടി. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് തന്നെ അല്ലേ തന്നെ അങ്ങനെയാണല്ലോ. മനുഷ്യനെ എങ്ങനെ ക്രൂശിക്കാം, എത്രത്തോളം കൂടുതൽ ഹോസ്പിറ്റലിടാം എന്നത് ചിന്തിച്ചുകൊണ്ട് മരുന്ന് കൊടുത്ത് അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ഒന്നുകൂടി ഇഞ്ചിഞ്ചായിട്ട് കുറയ്ക്കുക എന്നുള്ള പരിപാടിയാണ് പല ഹോസ്പിറ്റലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആരോഗ്യം ചെറിയ കാര്യമല്ല, എപ്പോഴും ചോദിക്കണേ. നബിയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അഫ്ളലു, ഏറ്റവും നല്ല ദുആ ഏതാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാ? നബി തങ്ങൾ പറഞ്ഞത് സലിൽ അഫു വൽ ആഫിയ, ആരോഗ്യം ചോദിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ ആരും ചോദിക്കാത്തതും നമ്മൾ എപ്പോഴും മറന്നു പോകുന്നതും, പ്രത്യേകിച്ച് പ്രവാസികളടക്കമുള്ള സഹോദരങ്ങൾ, ഭർത്താക്കന്മാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ, ഉമ്മമാർ തൻ്റെ മക്കളെ പ്രയത്നിക്കുന്നതിന് വേണ്ടി മക്കളെ കഷ്ടപ്പാടുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ തേടി പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം കാര്യം മറന്നുപോകും, നമ്മുടെ ആരോഗ്യം മറന്നുപോകും. എപ്പോഴും ചോദിക്കണം, അള്ളാഹു എനിക്കും എൻ്റെ കുടുംബാദികൾക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ചോദിക്കേണ്ട ഒരു ദുആ ആണ്. نسألك العفو والعافية والمعافاة الدائمة في الدين والدنيا والآخرة. 5 വഖത്ത് നമസ്കാരത്തിന് ദുആരക്കേണ്ട പ്രാർത്ഥനയാണത്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ആണത്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദുആ ആണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ ഒരു ദുആയിലുണ്ട്, തവസ്സുലാക്കി മുത്തുനബിയെ തവസ്സുലാക്കിയിട്ട് ഒരു ദുആ ഉണ്ട്. ആ ദുആയിൽ അദ്ദേഹം ആദ്യം കൊണ്ടുവരുന്നത് ഇതാണ്, ആഫിയത്തിനെ ചോദിക്കാൻ. نسألك ونتوسل إليك بنبيك وصفيك ورسولك نبي الرحمة سيدنا محمد بن عبد الله صلى الله عليه وسلم أن تعافينا عافية لا سقم معها. മുത്തുനബിയെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു, അല്ലാ നീ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ.
വതൂല ഉംരിൻ, ഒരുപാട് ദീർഘായുസ്, ലാ ഹമ്മ ഫീഹി, മനക്ലേശമില്ല, മനസ്സിൽ പ്രയാസമില്ല, ലാ ഹമ്മ ഫീഹി വതഅതൻ ലാ മഅസിയത മഅഹാ, പാപസുരക്ഷിതത്തോടുകൂടി നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖും നീ നൽകണേ അല്ലാഹ്. നല്ല ദുആ ആണത്. തഴവാ പള്ളിയിൽ ചെന്നാൽ എപ്പോഴും ആ ദുആ എപ്പോഴും കേൾക്കാം. മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ദുആ ആണത്. എന്തുകൊണ്ട്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആണ്. മോമിനായ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ച് ഏറ്റവും അത്യുത്തമമായത് അവൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യമാണ്. സലിൽ അഫ്വ വൽ അഫിയ സദഖ റസൂലുള്ളാഹി. എപ്പോഴും ചോദിക്കേണ്ടതാ. അപ്പോൾ വലത് ചെവിയിൽ ബാങ്ക്, ഇടത് ചെവിയിൽ ഇഖാമത്ത്. അശുദ്ധിയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളതെങ്കിൽ വേറെ ആരെയും ഇനി നോക്കി സമയം കളയണ്ട, ബാങ്ക് അവർക്ക് കൊടുക്കാമെന്നാണ്. കാരണം ബാങ്ക് ദിക്റിനാണ്, ദിക്റിന്റെ വാക്കുകളാണ്. അവരശുദ്ധിയാണ് എങ്കിലും കുഴപ്പമില്ല, ഖുർആനിക വചനമല്ലല്ലോ. അതുകൊണ്ട് അവർ തന്നെ വേഗം തന്നെ കൊടുത്തോട്ടെ. ഏറ്റവും ഉത്തമം പുരുഷന്മാരുണ്ടെങ്കിൽ അവർ തന്നെ വേണം, ശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവർ തന്നെ. ആരും ഇല്ലാതായിപ്പോയി എന്നാൽ ഇവരും കൊടുത്തേക്കും. പിന്നെ അത് കഴിഞ്ഞ് പുരുഷന്മാർ വരുമ്പോൾ രണ്ടാമത് കൊടുക്കാം. രണ്ടാമതല്ല, എത്ര വേണമെങ്കിലും കൊടുക്കാമല്ലോ. ബാങ്ക് ഇഖാമത്ത് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പം മാത്രം വിളിച്ചിട്ട് നിർത്തേണ്ടതല്ല. കുട്ടി വലുതായി, അവൻ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ കാണിക്കുന്ന സമയത്ത്, പൈശാചികത ഉളവാകുമ്പോഴൊക്കെ അവന്റെ കാതിൽ കൊടുക്കാം ബാങ്ക് എന്ന് ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. മറദത്തുൽ ജിന്നി വൽ ഇൻസ്, പിശാചിന്റെ ബുദ്ധിമുട്ടുകൾ, പൈശാചികതകളൊക്കെ കുട്ടികൾക്കുണ്ട് എന്ന് ബോധ്യം വരുമ്പോൾ നമുക്കുണ്ട്. ചില രാത്രിയിൽ കുട്ടികൾ ഭയങ്കര കരച്ചിൽ നിർത്തുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവന്റെ കാത് ചേർത്ത് അടുപ്പിച്ച് വെച്ചിട്ട് പതുക്കെ ബാങ്ക് കൊടുക്കുക. ചെവിയിൽ കൈവെക്കണമെന്നൊന്നുമില്ല, പതുക്കെ ബാങ്ക് കൊടുത്താൽ മതി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അങ്ങനെ ചെറുതായിട്ട് അങ്ങനെ ബാങ്ക് കൊടുക്കുക. വലിയ ഒച്ചയെ കൊടുത്തിട്ട് നമ്മളിവിടെ പള്ളി തുടങ്ങി എന്നുള്ള അയൽവാസികൾ തെറ്റിദ്ധരിക്കണ്ട. ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുക. കാരണം ചിലരങ്ങ് ഇത് കേട്ടിട്ട് ഭയങ്കര ബാങ്കുലി മത്സരം നടത്തും, ആകെ വിഷയവും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ല, കുട്ടി നല്ല രീതിയിൽ പോവുക, എന്നാലും അവനെ കൂടെ അടുത്തിരുത്തിയിട്ട്, കൊച്ചു കുട്ടികളെ മടിയിലിരുത്തിയിട്ടൊന്ന് ബാങ്ക് കൊടുത്തേക്കുക, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കുക. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം പിന്നെ ആയത്തുണ്ട്, വലത് കാതിൽ അവൻ ആയത്ത് ഓതി കൊടുക്കുക. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്, പിശാചിനെ തൊട്ടുള്ള കാവൽ തേടലാണ്. പൈശാചികതയെ തൊട്ട്, പ്രയാസം കാണിക്കുന്ന, മോട്ട് കാണിക്കുന്ന, കുരുത്തം കെട്ടതാകുന്ന പൈശാചികതയെ തൊട്ട് എൻ്റെ ഈ കുട്ടിയെ കാക്കണേ അല്ലാ. റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാതി ശയാതീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിന്നെ അറിയുമെങ്കിൽ പിന്നൊരായത്ത് കൂടിയുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് സുന്നത്താണ്, സൂറത്തുൽ ഖദ്ർ സുന്നത്താണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതി കൊടുക്കൽ സുന്നത്താണ്. കാതില്, ജനിച്ച കുട്ടിയുടെ കാതിൽ ഉടനെ തന്നെ. ഇതൊക്കെ ശ്രദ്ധിക്കണം, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഗൾഫിൽ കിടക്കുന്നു, കുട്ടി പ്രസവിച്ച അൽഹംദുലില്ലാ എല്ലാവർക്കും കേക്ക് മുറിച്ച് റാഹത്തായിട്ട് കൊടുത്ത് കഴിഞ്ഞു, അത് എല്ലാം കഴിഞ്ഞ്. പിന്നെ ഒരു പോത്തിനെ അറുത്ത് എപ്പോഴെങ്കിലും കൊടുക്കുക, അതിന് നിയത്തൊന്നുമില്ല, അങ്ങ് അറക്കുക എന്നുള്ളേ ഉള്ളൂ. അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടി ജനിക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് സന്തോഷമുണ്ടാവണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നീ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാകുന്ന ഘടകങ്ങളുണ്ട്. അത് 5 എണ്ണമാണ്. 5 കാര്യങ്ങൾ കുട്ടി ജനിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണേ. 1, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, ആര് ജനിച്ചാലും നിനക്ക് സന്തോഷമുണ്ടാവണം. ആൺകുട്ടി ജനിച്ചതിൻ്റെ മേൽ അമിതമായി സന്തോഷിക്കുകയും പെൺകുട്ടി ജനിച്ചതിൻ്റെ മേൽ ദുഃഖിക്കുകയും ചെയ്യരുത് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാ. വിളിക്കുമ്പോഴേ ചോദിക്കും, കുട്ടി എന്താ സംഭവം, എന്താണ് സംഭവം? ഇന്നതാണ് പെൺകുട്ടി. ഇടങ്ങേറാണ്, കഴിഞ്ഞതും പെണ്ണ്, ഇതും പെണ്ണ്, മൊത്തത്തിൽ ഇടങ്ങേറ്. ഇത് സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന സംഭവമാണ്. അത് ഇന്നും അങ്ങനെ നിലനിൽക്കുകയാണ്. പുരുഷന്മാരുടെ മുഖം ഇങ്ങനെ കറുക്കും. മുസ്വദ്ദൻ വജ്ഹുഹു വഹുവ കലീം, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ.
ജാഹിലിയ കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുന്ന കാലഘട്ടത്തിൽ അവിശ്വാസികളാകുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിന്റെ അകത്തലങ്ങൾ ഉണ്ടായിരുന്ന നീരസമായിരുന്നു. സ്ത്രീകൾ ജനിച്ചാൽ വല്ലാതെ മുഖം കറുക്കുകയാണ്. മുസ്വദ്ദൻ വഹുവ കലീം. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, മുഖം വല്ലാതെ കറുത്തിരുളുകയാണ്. സ്ത്രീകളെ പച്ചയ്ക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടമായിരുന്നല്ലോ അത്. എന്തുകൊണ്ടാണ് സ്ത്രീകളെ വേണ്ട വേണ്ട, സ്ത്രീകൾ ഒരു അപശകുനമായി, സ്ത്രീകൾ ഒരു ദുശകുനമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരുകയാണ്. സ്ത്രീകളെ കുഴിച്ചു മൂടരുതേ, അവർ അബലകളാണ്, ചപലകളാണ്. അവർ ഈ ദുനിയാവിൽ ജനങ്ങളുടെ വിളക്കാണ്. അവർ ഉമ്മമാരാണ്, അവർ മാതൃത്വത്തിന്റെ മഹിമ പേറുന്നവരാണ്. അവർ ഈ ലോകത്ത് നന്മയുടെ വക്താക്കളെ പ്രസവിക്കാനുള്ളതാണ്. ബഹുമാനപ്പെട്ട സാലിഹീങ്ങൾക്ക് ജന്മം നൽകാനുള്ളതാണ്. ഇമാം നവവി തങ്ങളെ പോലെ, ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ, അയിമ്മത്തുകളെ പോലെയുള്ളതാകുന്ന ആളുകൾക്ക് ജന്മം നൽകാനുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളെ നിങ്ങൾ കൊന്നുകളയരുതേ, അവരെ നിങ്ങൾ ക്രൂശിക്കരുതേ. അവർക്ക് വലിയ മഹിതമായ സ്വാതന്ത്ര്യം റസൂലുള്ളാഹി കൊടുക്കുകയാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നേടിക്കൊടുത്ത വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. പച്ചയോടുകൂടി ജീവനോടുകൂടി തന്നെ ജനിച്ചു വീണാൽ അത് പെണ്ണാണെന്നറിയുമ്പോൾ, തുണി പൊക്കി നോക്കിയിട്ട് പെണ്ണാണെന്നറിയുമ്പോൾ പച്ചയോടുകൂടി കുഴി കുഴിച്ചുകൊണ്ട് അതിലേക്ക് കുഴിച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ കടന്നു വന്നുകൊണ്ട് സ്ത്രീ സമൂഹത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പരിപൂർണമായി നൽകിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടല്ലേ പ്രവാചകൻ വിമോചകനായി മാറിയത്, പ്രവാചകൻ ലോകത്ത് മുഴുവനും അറിയപ്പെട്ട വ്യക്തിയായി മാറിയത്. ആ പ്രവാചകൻ എങ്ങനെ അവന്റെ അനുയായി, മുത്തുനബിയുടെ അനുയായികൾ എങ്ങനെ സ്ത്രീ വിരോധിയായി മാറും? ഒരു പെണ്ണിന് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം തന്നെ നൽകിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതുപോലെ ആകരുത് നമ്മൾ. ഇന്നത്തെ സമൂഹം എങ്ങനെയാണ്? എങ്ങനെ വിടും? നമ്മൾ തന്നെ ഭാരിച്ച സംഭവമാക്കി വെച്ചു. സ്ത്രീധനം വലിയ സംഭവമാക്കി. മുസ്ലിം സമുദായത്തിലുള്ളത്. അന്യ സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത്രയില്ല, സ്ത്രീധനം വിപത്തവർക്കില്ല, ഇത്രയൊന്നുമില്ല. അവർക്ക് 2 ലക്ഷം ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. കാരണം സദ്യയാണ്, റാഹത്തായ നിലയിൽ ചെറിയ രീതി. നമ്മൾ മട്ടൻ ബിരിയാണി, ഒള്ളി മട്ടൻ 35 ആടിനെങ്കിലും കുറഞ്ഞത് ഇറക്കണം. അതിൻ്റെ എല്ലിങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വരിക്കണം. ഇതാണ് പരിപാടി. അതിന് അനിയൻ കടക്കണി കുടുങ്ങിയിരിക്കും. അവനെന്നാലും അവനോട് പറയും, നിന്റെ മകളുടെ കല്യാണത്തിന് മട്ടൻ തന്നെ വേണം കേട്ടാ. ക്യാക്കിങ്ങനെ വരിച്ച് കഴിക്കാനാ. അവൻ്റെ എല്ല് ഊരിക്കൊണ്ട് പോവുക. അല്ലാഹു ആക്കട്ടെ. ഇതാ സമൂഹത്തിൽ നടക്കുന്നത്. ശരിയല്ലേ? മട്ടൻ വേണം, ചിക്കൻ ഫ്രൈ വേണം, നൂഡിൽസ് വേണം, എല്ലാ പരിപാടിയും വേണം. ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാകരുത്. അല്ലേ? ഇതായി പോയി സമൂഹം. നഊദു ബില്ലാഹ്. ലക്ഷക്കണക്കിന് രൂപകൾ, 10-25 ലക്ഷം രൂപയുണ്ടെങ്കിൽ പോലും ഖൈറായ നിരക്ക് എത്താത്ത ഒരു യുഗത്തിലേക്ക് ഈ സമൂഹം മാറിയില്ലയോ? നല്ല നിലയ്ക്ക് ഇവിടെ 100 പവനും കൊടുത്തു, വാഹനം കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ടാകും. എന്നാലും ബഹളം. ഈ അടുത്തും ബഹളം ഉണ്ടായില്ല നമ്മുടെ മഹല്ലുകളിൽ തന്നെ. എന്താ വിഷയം? വണ്ടി വേണം, ഇന്നോവ തന്നെ വേണം എന്ന് പറഞ്ഞ് ബഹളം. ചെറുക്കൻ്റെ കൂട്ടുകാർ വേറെ വണ്ടിയൊന്നും പറ്റൂല. അവർ പറഞ്ഞ് ചെറിയ ആൾട്ടോ 800 നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയാന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല. അവസാനം അത് തന്നെ കൊടുത്തു. വിവാഹം നടക്കണ്ടേ? അപ്പം എന്ത് ചെയ്യുക? വാശി പിടിക്കാൻ വല്ലാത്ത വാശി. നഊദു ബില്ലാഹ്. അല്ലാഹു ആക്കട്ടെ. പെണ്ണിന്റെ വാപ്പയെ വല്ലാതെ ക്രൂശിക്കുന്നു, ഉമ്മയെ വല്ലാതെ ക്രൂശിക്കുന്നു, നിർബന്ധം ചെലുത്താൻ. മകള് മുഖേന കിട്ടിയതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഓഹരി ചോദിച്ചുകൊണ്ട് നിൽക്കാൻ. 100 പവൻ കൊടുത്തു, നല്ല വാഹനം കൊടുത്തു, 10 സെന്റ് സ്ഥലവും കൊടുത്തിട്ടുണ്ട്. എന്നാ വാപ്പ എന്നെ വീടും വെച്ച് തന്നേക്ക് 2 പേരെ. ഇല്ല, ഇത്ര ആയില്ലേ? ഇതാ കളി. ഇനി 2 നില വീടും കൂടി വാപ്പ എന്നെ വെച്ച് തന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് മക്കളുണ്ടാവും, അതും കൂടി വാപ്പ ഒന്ന് കെട്ടിച്ചു വിട്ടേക്ക്. വാപ്പാക്ക് ജീവനുള്ള കാലത്തോളം വാപ്പ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. ഇതാ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ്. റിയലായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദേശങ്ങളിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ശ്രദ്ധിക്കണം. അല്പം സാമ്പത്തികം ഉള്ളവൻ വല്ലാതെ ക്രൂശിക്കപ്പെടുന്നു, വല്ലാതെ പ്രയാസപ്പെടുന്നു. ഗൾഫിലാണെങ്കിൽ അവനൊന്ന് നാട്ടിൽ വന്ന് കാലുകുത്തി ഒരു 10 ദിവസം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. അവനിങ്ങനെ ദൈനംദിന ജീവിതത്തിൽ കഷ്ടപ്പാട് തന്നെ, പുറകെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഭാര്യ തന്നെ പറയും, ഇക്കെന്തിനാ തിരിച്ചു വന്നത്? ലീവിൽ നിൽക്കണ്ട, പൊയ്ക്കോ, തിരിച്ചു വയ്ക്കോ. അവിടെ തന്നെ തിരിച്ചുവിടാൻ. 5 വർഷം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, എന്നാൽ തിരിച്ചു വരാം. മൂത്ത മകളെ കെട്ടിച്ചു വിട്ടു, പോരാ, ഇളയവളെയും കൂടി വിടണം. ഗൾഫിൽ തന്നെ പോയിന്നോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരിച്ചു വിടുന്നു. 25 വർഷം കഴിഞ്ഞാൽ അയാളോട് പറയും,
നമുക്ക് വീടിന്റെ മുകളിലത്തെ നിലയോട് പൂർത്തിയാക്കണം, ഒക്കെ പോയി നിൽക്ക്. 30 വർഷം കഴിഞ്ഞ ആൾ വന്നാലും പറയും മൂത്തവളുടെ കുട്ടി ഇതാ ഇപ്പോൾ അടുത്ത് വിവാഹത്തിന് ടൈം എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ചടങ്ങുകൾ എത്തിയിട്ടുണ്ട്, പൈസ വല്ലതും വേണോ, ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ പോയിട്ട് വാ. ഇങ്ങനെ അദ്ദേഹത്തെ ക്രൂശിക്കുക. ഒരു മേഖലയും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഗൾഫ് മേഖലയൊക്കെ മൊത്തവും ബുദ്ധിമുട്ടാണ്, എല്ലാം ക്രൈസിസുകളാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്, മൊത്തത്തിൽ എല്ലാവർക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ്. സൗദിയിലുള്ള ഒരു സഹോദരൻ ഇന്നും അദ്ദേഹം നാട്ടിൽ വന്നു, ഇക്കാമയുടെ പ്രശ്നം കൊണ്ട് വളരെയേറെ പ്രയാസപ്പെടാൻ ഗവൺമെന്റ് വല്ലാതെ ശക്തമായ രീതിയിൽ സ്വദേശിവൽക്കരണം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിലുള്ള മുസ്ലിം സഹോദരങ്ങൾക്ക് മാത്രമല്ല ഇതര സമുദായത്തിലെ മറ്റ് രാജ്യങ്ങൾക്കുള്ള മുഴുവൻ ആളുകൾക്കും പ്രയാസം അനുഭവിക്കാൻ എല്ലാവരും തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് മേഖലയൊക്കെ പ്രതിസന്ധിയാണ്. നാട്ടിലുള്ള ജോലി തന്നെ മാന്യമായ രീതിയിൽ നോക്കി ചെറിയ ബിസിനസ് ആണെങ്കിലും കുടുംബത്തെ ഹൈറായ നിലയ്ക്ക് പോറ്റിക്കോളി. ഒരുപാട് ദൂർത്തും ദുർവയൊന്നും വേണ്ട, ഇനി നല്ലതുപോലെ കുറച്ച് ജീവിച്ചോളി. എൻ്റെ ഭർത്താവിന് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ ക്രൂശിക്കാതെ മാന്യമായ രീതിയിൽ ചെലവഴിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളി. ഒതുങ്ങിക്കഴിയണം. ഇനി ഒരുപാട് ദൂർത്തും പൊങ്ങച്ചോ ഒന്നും കാണിച്ച് ഗരിമഞ്ഞടച്ച് കിടക്കേണ്ട സമയം അതിക്രമിച്ചു പോയി. അതൊക്കെ കഴിഞ്ഞ്, അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ്, ആ യുഗം കഴിഞ്ഞു. നീ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വളരെയേറെ പ്രയാസമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുട്ടിയുടെ കാതിലേക്ക് നീ ആയത്തോതി കൊടുക്കണേ. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹയെ അറിയില്ലയോ? മറിയം ബീവിയുടെ ഉമ്മയാണ് ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ. ഹന്നത്ത് ബീവിയുടെ ഭാര്യയാണ് ഇമ്രാൻ റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കൂടി നേർച്ചയാക്കുകയാണ്, ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ഞങ്ങൾ തീർച്ചയായും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി കുട്ടിയെ ഞങ്ങൾ നൽകിക്കൊള്ളാം. പരിശുദ്ധമായ ഖുർആൻ ആ സംഭവം പറയുകയാണ്, ഇദ് ഖാലത് ഇംറാതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം ഫലമ്മാ വദഅതഹാ قالت رب إني وضعتها أنثى والله أعلم بما وضعت وليس الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവം വിശദീകരിക്കുകയാണ്. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് വേണ്ടി കുട്ടിയെ നേർച്ചയാക്കുകയാണ്. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഹന്നത്ത് ബീവി പ്രസവിച്ചപ്പോ കുട്ടി പെണ്ണായി പോവുകയാണ്. മറിയം ബീവിയാണ് പേരിട്ടിരിക്കുന്നത്. കുട്ടിക്ക് പേര് വെക്കുകയാണ് വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നത് മറിയം എന്നാണ്. മറിയം എന്നാണ്. وإني أعيذها بك وذريتها من الشيطان الرجيم. ഹന്നത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ ആ കുട്ടിയെ നിർത്തിക്കൊണ്ട് ചൊല്ലുകയാണ്, അല്ലാ ഇവനെ പിശാദിനെ തൊട്ട്, ഈ കുട്ടിയെ പൈശാചികതയെ തൊട്ട് നീ കാക്കണേ അല്ലാ. ആണ് വിഷയം. കുട്ടിക്ക് പേരിട്ടു. കുട്ടിക്ക് പേരിട്ട ഉടനെ തന്നെ കുട്ടിക്ക് കാവൽ കൊടുക്കാൻ, പിശാചും അതിന്റെ സന്താന പരമ്പരകളെ തൊട്ടും ഈ കുട്ടിയെ കാക്കണേ അല്ലാ. പടച്ച റബ്ബിനോട് കാവൽ തേടി. അപ്പൊ പൈശാചികതയെ തൊട്ട് കാവൽ തേടണം, അത് അനിവാര്യമാണ്. സുബ്ഹാനല്ലാഹ്, ചരിത്രയുടെ വിശാലമാണ്. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കഫാലത്ത്, അവരെ ഏറ്റെടുത്തത്, അവരുടെ കാര്യങ്ങൾ പിന്നീട് നിർവഹിച്ചു പോകുന്നത്, ചെലവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നിരുന്നത് മാമയാകുന്ന അഥവാ ഹന്നത്ത് ബീവിയുടെ സഹോദരനാകുന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണെന്ന് ചരിത്രം പറയുന്നുണ്ട്. വളരെ വിശാലമാണ് ചരിത്രം, അതിലേക്ക് പോവല്ല. നമ്മുടെ വിഷയം ഇതാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചപ്പോഴത്തേക്കും കുട്ടിയെ എന്തുകൊണ്ട് പിശാദിനെ തൊട്ട് കാവൽ തേടിക്കൊണ്ട് ഉമ്മ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിന്നെ ഒരൊറ്റ മോശമായ ശൈലിയിലേക്ക് ആ പെണ്ണ് പോയിട്ടില്ല. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഈസാ നബിയുടെ ഉമ്മയാണ്. ഖുർആൻ പറയുന്നുണ്ട് ആ സംഭവമൊക്കെ.
അതിലെ സൂറത്തു മറിയം ഒരു പെണ്ണിന്റെ പേരിൽ ഒരു സൂക്തമാണ്. അള്ളാഹു പഠിപ്പിക്കുകയാണ്. 114 സൂറത്തിൽ ഒരു സൂക്തത്തിന്റെ പേര് തന്നെ സൂറത്തു മറിയം. പഠിക്കേണ്ട സൂക്തമാണ്. സ്ത്രീകൾ മനസ്സിലാക്കണം ആരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. നമുക്ക് ആ പേരിനോട് തന്നെ ഇന്ന് പുച്ഛമായ കാലഘട്ടം നഊദു ബില്ലാഹി അല്ലാഹു കാക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി അടക്കം ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നതായ ജനകോടികളോട്, ജനസഹസ്രങ്ങളോട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, പഠിക്കേണ്ട പാഠമാണ് മറിയമിൻ്റേത്. വദുകുർ ഫിൽ കിതാബി മറിയം, മറിയമിനെ കുറിച്ച് പഠിക്കണേ പഠിക്കണേ. ഇദ് തബദത് മിൻ അഹ്ലിഹാ مكانا شرقيا فاتخذت من دونهم حجابا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി അവറുകൾ പരിശുദ്ധമായ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. മഹദി അവറുകൾ സംശുദ്ധമായ ജീവിതം നയിച്ചിരുന്നവരല്ലയോ, മനോഹരമായ ജീവിതം നയിച്ച് ലോകത്തിന് മാതൃകയായിരുന്നവരല്ലയോ. മഹദി അവറുകൾ ഇബാദത്തിനായി കഴിഞ്ഞുകൂടവേ അവരുടെ മുന്നിലേക്ക് മനുഷ്യന്റെ കോലത്തിലും രൂപത്തിലും ഭാവത്തിലുമായി ഒരു മലക്കിത പ്രത്യക്ഷപ്പെടുകയാണ്. മലക്കാണെന്നുള്ള തിരിച്ചറിവില്ല. അതുകൊണ്ട് തന്നെ മറിയം ബീവി റളിയല്ലാഹു തആല പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. നീ ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ ഭയപ്പെടുന്നവനാണോ? മാറി നിൽക്കണേ, മാറി നിൽക്കണേ. റഹ്മാനായ പടച്ച റബ്ബിനോട് നിന്നെ തൊട്ട്, നിന്റെ ഉപദ്രവത്തെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. വരന്യരാകുന്ന ചെറുപ്പക്കാരുമായി ചങ്ങാത്തം പുൽകാതെ ജീവിതത്തിന്റെ സംശുദ്ധ മാത്രം കാത്തു സൂക്ഷിച്ചിരുന്ന മഹദിയായിരുന്നു മറിയം ബീബി റളിയല്ലാഹു തആല അൻഹ എന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാർക്ക് സാധിക്കുമോ? സാധിക്കുമോ? 10ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കാൻ വിടുന്ന പിഞ്ചോമന മക്കൾ പോലും വീട്ടിൽ നിറങ്ങുമ്പോൾ തല മറച്ചുകൊണ്ട് മുഖമക്കനെ ഇട്ടുകൊണ്ട് ഇറങ്ങുന്ന മുസ്ലിം സഹോദരിമാര്, കൊച്ചുമക്കൾ ഇന്നെവിടെയാണ് പോകുന്നത്? ബാഗിനുള്ളിൽ അവളുടെ ചുരിദാർ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോമിന് പകരം സ്കൂളിന്റെ പിന്നാമ്പുറത്ത് പോയിരുന്നു കൊണ്ട് യൂണിഫോം മാറുകയാണ്, അത് ചേഞ്ച് ചെയ്യുകയാണ്. ചുരിദാർ ധരിച്ചുകൊണ്ട് പതിൽ ചാടിക്കൊണ്ട് ആക്ടിവയിലോ മറ്റുള്ള സ്കൂട്ടറിലോ ചെറുപ്പക്കാരുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുന്നുകൊണ്ട് ബീച്ച് റോഡുകൾ നിരങ്ങുകയല്ലയോ, നിരത്തുകളിലൂടെ കറങ്ങുകയല്ലയോ, സ്വന്തം വാപ്പ നടത്തുന്ന ജ്യൂസ് കടയിൽ വന്നിരുന്നുകൊണ്ട് ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് മകളിതാ ജ്യൂസ് കുടിക്കുന്ന രംഗം. അന്യരാക്കപ്പെട്ട ചെറുപ്പക്കാരുമായി വേടിച്ച് നടത്താൻ മടിയില്ലാത്തതായ സഹോദരിമാര്, വാപ്പയെ വിലവെക്കാത്തതായ സഹോദരിമാര്, ഉമ്മയെ വിലവെക്കാത്തതായ മക്കള്, ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമല്ലയോ? പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. നീ കാവൽ തേടാത്തതിന്റെ പ്രശ്നമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. ജനിച്ചു വീഴുന്ന സമയത്ത് തന്നെ കുട്ടിയുടെ കാതിലേക്ക് നീ കൊടുക്കേണ്ടതായ വാക്കാണ്, ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ്ശൈത്വാനി അർറജീം. പിശാചിനെ തൊട്ട് എന്റെ കുട്ടിയെ നീ കാക്കണേ അല്ലാ, നീ കാക്കണേ അല്ലാ. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടുണ്ട്, നീ ഔദു ചൊല്ലിയിട്ടുള്ളവരാണ്. അവിടെ കൊണ്ട് നിർത്തുന്നില്ല. കുട്ടി ജനിച്ച് ഈ ഭൂലോകത്തേക്ക് കടന്നു വരുമ്പോൾ നമസ്കരിച്ചിരുന്ന, ഇബാദത്തെടുത്തിരുന്ന, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ ആ കുട്ടിയെ മടിത്തട്ടിലേക്ക് കിട്ടുമ്പോ ആ കുട്ടിയെ വാങ്ങിയിട്ട് അതാ
ബാങ്ക് കൊടുക്കുകയാണ്, ഇഖാമത്ത് കൊടുക്കുകയാണ്. വലത് കാതിൽ ബാങ്ക്, ഇടത് കാതിൽ ഇഖാമത്ത്. വീണ്ടും ആയത്ത് ഓതുകയാണ്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി കൊടുത്തതാകുന്ന ഈ ഒരു ആയത്ത്, അവിടുന്ന് ദുആ ചെയ്തതാകുന്ന ഈ ഒരു വചനം വിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ഈ ആയത്തിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, നിന്റെ മക്കളുടെ കാതിൽ നീ ഓതേണ്ടതാണ് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനാണ് അന്യരാക്കപ്പെട്ട സഹോദരങ്ങളെ കാണുമ്പോൾ തന്നെ പേടിച്ചുകൊണ്ട്, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് മറഞ്ഞു നിൽക്കുകയാണ് മറിയം ബീവി. ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ, സുസ്മേരവദനാകുന്ന ഒരു ചെറുപ്പക്കാരൻ, മലക്കാണ് മനുഷ്യന്റെ കോലത്തിൽ വന്നപ്പോ ഇത് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. ജീവിതത്തിന്റെ പതിവ്രത കാത്തു സംരക്ഷിച്ചുകൊണ്ട് മറിയം ബീവി മാറി നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. മാറി നിൽക്കണേ റഹ്മാനായ പടച്ച റബ്ബിനോട് തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. ഖാലതി ഇന്നി അഊദു ബിർറഹ്മാൻ മിൻക ഇൻ കുൻത തഖിയാ. ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലകി ഗുലാമൻ സകിയാ. മനുഷ്യരൂപത്തിൽ വന്നതായ മലക്ക് പറയുകയാണ്, പേടിക്കണ്ട കേട്ടോ സഹോദരി, ഓടി മാറണ്ട കേട്ടോ. ഞാൻ മനുഷ്യന്റെ കോലത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ യഥാർത്ഥത്തിൽ മലക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പറഞ്ഞയച്ചതാണ്. എന്നെ നിങ്ങളുടെ ചാരത്തേക്ക് പറഞ്ഞു വിട്ടതിന്റെ ലക്ഷ്യം തന്നെ നിങ്ങൾക്കൊരു കുട്ടിയെ അല്ലാഹു നൽകുകയാ. ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് ജന്മം നൽകാൻ പോകുകയാണ്. നിങ്ങളിലൂടെ സാലിഹായ ഒരു കുട്ടിയെ പതിവ്രത കാത്തു സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ അന്യരാകുന്നതാകുന്ന ചെറുപ്പക്കാരുമായി ഒരു കണക്ഷൻ ഇല്ലാതെ ശാരീരിക ശുദ്ധി സംരക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടതിന്റെ പേരിൽ നിങ്ങളിലൂടെ ഒരു പ്രവാചകന് ജന്മം കൊടുക്കുവാൻ അല്ലാഹു ലക്ഷ്യം വെക്കുന്നുണ്ട്. മറിയമേ എന്ന് വിശുദ്ധ ഖുർആൻ ആണ് മനസ്സിലാക്കേണ്ടത്. പതിവ്രത കാത്ത് സംരക്ഷിച്ചപ്പോ അല്ലാഹു അതിനോടൊരു കുട്ടിയെ കൊടുത്തു. ആ കുട്ടി ആരാ? ഒരു പ്രവാചകൻ, സയ്യിദുനാ ഈസാ. അലക്കമില്ലല്ലോ, സയ്യിദുനാ ഈസാ. മങ്കൂസ് പോലും നോക്കും, അലൈഹിസ്സലാം കൊണ്ടുവാ ഫുഡ്. ഇത് കഴിഞ്ഞിട്ട് ചീരണി അതിലേക്ക് നോക്കിയിരിക്കുക. ഇപ്പൊ ഒന്നുമില്ല അനക്കം.